അതിന് അസംബന്ധമാണത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് വർഗീയ ശക്തികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ, മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെയും അഭിവൃദ്ധിയെയും വിജയസാധ്യതയെയും മങ്ങലേൽപ്പിക്കാൻ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? പാർട്ടിക്കെതിരായി പാർട്ടി നേതാക്കൾ ആരും ഇന്ന് വരെ ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. പാർട്ടി നേതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ താല്പര്യം എങ്കിൽ അത് ഉന്നയിക്കപ്പെടും. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അവയ്ക്ക് പരിഹാരം കാണലാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ്. അതിനു പകരം ഈ ശരിയായ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ, രാഷ്ട്രീയ കാര്യങ്ങൾ തിരിച്ചുവിടാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ദുരുദ്ദേശപരം തന്നെയാണ്. പരാമർശത്തിൽ നിന്നും ഇവിടെ പ്രശ്നമേ ഇല്ല. അങ്ങനെ പരാമർശത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഇവിടെ ജനങ്ങളുടെ പ്രശ്നമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ പരാമർശം കൊടുത്ത് നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളിവിടെ എത്തും. അല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോ പരാമർശങ്ങളും നിങ്ങൾ കേട്ട് അതിനിങ്ങനെ ചോദ്യങ്ങളുമായി നടന്ന പ്രശ്നങ്ങളിൽ നിന്ന് എവിടെ എത്തും? പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടലാണോ ലക്ഷ്യം? ഇവിടെ കേരളത്തിൻ്റെ സമഗ്ര വികസനം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കരുത്തും ശക്തിയും ദീർഘവീക്ഷണത്തോടും ഭരണപരമായ പ്രാപ്തിയും ഉപയോഗിച്ചുകൊണ്ടൊരു പുതിയ കേരളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ബഹുദൂരം സഞ്ചരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായി പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം വ്യക്തിപരമായി ഹത്യ നടത്താൻ പല പ്രയോഗങ്ങളും ഇവിടെ നടത്താറുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചോദ്യങ്ങളും എല്ലാം. ഞാനതാ പറയണത്, ഞങ്ങളൊക്കെ നല്ലവരാണെന്ന് ഞങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളെ കൊല്ലാൻ നടന്നവരല്ലേ, എന്നെ കൊല്ലാൻ തോക്ക് കൊണ്ടുത്ത ആളുകളെ അയച്ചവരല്ലേ? അതൊക്കെയല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയും വർദ്ധിച്ചാലേ രാജ്യത്തിന് ഭാവിയുണ്ടാകും. ഇന്ന് ലോകം നേരിടുന്നൊരു പ്രശ്നം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമായി എന്നുള്ളതാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായ തകർച്ചയാണ് ഇന്നത്തെ യുദ്ധം. പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു യുദ്ധം ഉണ്ടാകുമായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. ആ ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയും സോഷ്യലിസത്തിൻ്റെ തകർച്ചയുമാണ് ലോകം അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നവും അതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിൻ്റെ സ്വാധീനം ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരായി ജനങ്ങൾ അണിനിരത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇന്ന് നിർവഹിക്കേണ്ടത് എന്നാണ് എൻ്റെ ദൗത്യം.